വെൽക്കം. തഹമാനാണ്. ഈ വീഡിയോ നമ്മൾ പാർക്കിൻസൺസ് ഡിസീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർക്കിൻസൺസ് ഡിസീസിന്റെ രോഗലക്ഷണങ്ങൾ, സിംറ്റംസ് പറഞ്ഞു. ദെൻ വി ക്ലാസിഫൈഡ് ദ ഡ്രഗ്സ്, മരുന്നുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ദെൻ തെറാപ്പി, ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഏത് മരുന്നുകൾ എവിടെ എപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ എങ്ങനെയൊക്കെ മരുന്നുകൾ ആഡ് ചെയ്യുന്നു. സോ തെറാപ്പി ഓൾസോ വി ഡിസ്കസ്. സോ ഈ വീഡിയോ നമ്മൾ പാർക്കിൻസൺസ് ഡിസീസിലെ ഡ്രഗ് ഓഫ് ചോയ്സ്, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള മരുന്ന്, രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നായിട്ട് ലീവോഡോപ്പയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. സോ ലീവോഡോപ്പയെ കുറിച്ച് നമ്മൾ പറയണം, അതിന്റെ ഗുണങ്ങൾ പറയണം, ദോഷങ്ങൾ പറയണം, അതിന്റെ പോരായ്മകൾ പറയണം. എന്തുകൊണ്ട് നമ്മൾ ലീവോഡോപ്പയ്ക്ക് ഒപ്പം പലപ്പോഴും കാർബിഡോപ്പ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നും പറയണം. ആൻഡ് ലീവോഡോപ്പയും കാർബിഡോപ്പയും ഒരുമിച്ച് കൊടുത്താൽ കിട്ടുന്ന ഗുണങ്ങൾ, എന്നാലും മാറാത്ത ദോഷങ്ങൾ, പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ എന്ന ഈ വീഡിയോയിൽ നമുക്ക് പറയേണ്ടത്. ഈ ലീവോഡോപ്പ ഒരു പ്രോ ആണ്. പ്രോ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻആക്റ്റീവ് ആസ് സച്ച്, ബട്ട് ഇറ്റ് enters into the ബ്രെയിനിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ആക്റ്റീവ് ഫോം. അപ്പോൾ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കണം. സോ ലിവോഡോപ്പ ക്യാൻ ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്രെയിനിൽ അമിനോ ആസിഡ്സ് കടക്കുന്ന, ലിവോഡോപ്പയുടെ സ്ട്രക്ചർ ഒരു അമിനോ ആസിഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. സോ ഇറ്റ് ക്യാൻ ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് റീച്ചസ് ദ ബ്രെയിൻ. ആൻഡ് ബ്രെയിനിലെത്തി ഇത് an enzyme called as ഡോപ്പാ ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വഴി ഇറ്റ് വിൽ ബിക്കം ഡോപ്പമിൻ. ബ്രെയിനിൽ വെച്ചിട്ട് ഇറ്റ് ക്യാൻ ഗെറ്റ് കൺവേർട്ടഡ് ഇൻടു ഡോപ്പമിൻ ആയിട്ട് മാറും. പാർക്കിൻസൺസ് രോഗത്തിൽ എന്തായിരുന്നു പ്രശ്നം? പാർക്കിൻസൺസ് രോഗത്തിൽ നമ്മൾ പറഞ്ഞത് ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ, ഏത് ഭാഗമായിരുന്നു? ഇവിടെ മിഡ് ബ്രെയിനിലുള്ള നൈഗ്രോസ്ട്രാറ്റൽ പാത്വേ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നൈഗ്രോസ്ട്രാറ്റൽ പാത്വേ, ഇവിടെയുള്ള സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കോമ്പാക്റ്റ, ഇവിടെ നശിച്ചു പോയിരിക്കുകയാണ്. അവിടെ ഡോപ്പമിൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. സോ ഇവിടെ നമുക്ക് ഡോപ്പമിൻ ആയിട്ട് തന്നെ നമുക്ക് അവിടെ എത്തിക്കുന്നു. സോ ഡോപ്പമിൻ, അങ്ങനെ നമുക്ക് ഡോപ്പമിൻ ആയിട്ട് നേരിട്ട് കൊടുത്താലോ? ലീവോഡോപ്പയ്ക്ക് പകരം ഡോപ്പമിൻ പക്ഷേ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഡോപ്പമിൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ലീവോഡോപ്പയാക്കി വളഞ്ഞ വഴിയിലൂടെ കൊടുക്കുക. സോ ഡോപ്പമിൻ ഇവിടെ എത്തുന്നതോടുകൂടി പാർക്കിൻസൺസ് ഡിസീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഒന്ന് എക്കൈനേഷ്യ, ഓർ നമുക്ക് ബ്രാഡികൈനേഷ്യ എന്ന് എഴുതുക. ബ്രാഡികൈനേഷ്യ, സ്ലോ മൂവ്മെന്റ്, ഇനബിലിറ്റി ടു സ്റ്റാർട്ട് എ മൂവ്മെന്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എക്കൈനേഷ്യ എന്ന് വെച്ചാൽ ഒട്ടും മൂവ്മെന്റ് ഇല്ലാത്ത അവസ്ഥ. സോ അതിനൊക്കെ ശമനം കിട്ടും, പ്രശ്നങ്ങൾ കുറയും. രണ്ടാമത്തത് എന്തായിരുന്നു? രണ്ടാമത്തെ പ്രശ്നം മസിൽ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. മസിൽ ടോൺ വാസ് ഇൻക്രീസ്, അത് കുറയും. മസിൽ പതിയെ റിലാക്സ് ചെയ്ത് തുടങ്ങുന്നു. സോ റിജിഡിറ്റി കുറയുന്നു. റിജിഡിറ്റി ആൻഡ് ബ്രാഡികൈനേഷ്യ, ഇതിന് രണ്ടിനും സിംറ്റമാറ്റിക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. സോ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള ആൾക്കാർക്കാണ് അപ്പൊ നമ്മൾ ലീവോഡോപ്പ കൊടുക്കുക. സോ സിംറ്റമാറ്റിക് ഇംപ്രൂവ്മെന്റ്, ഓർ നമുക്കതിനെ ഫങ്ഷണൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറയും. പക്ഷേ ഇവിടെ പ്രശ്നം എന്തായിരുന്നു? ന്യൂറോ ഡിജനറേഷൻ ആണ്. അതിന് വല്ല കുറവ് വരുത്തുന്നുണ്ടോ? ഇല്ല. ഈ ഡ്രഗിന് ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്ട് ഇല്ല. ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്ട് എന്ന് പറയുന്ന സാധനമില്ല. രോഗം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഓർമ്മ വേണം. ഇനി ഈ രണ്ട് പ്രശ്നം മാറി മൂന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു? മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡോപ്പമിൻ എത്തിയാലും അത് മാറില്ല. ആ പ്രശ്നത്തിന്റെ പേര് ട്രെമർ എന്നാണ്. ട്രെമർ ഓർ റെസ്റ്റിംഗ് ട്രെമർ മാറുന്നില്ല, കുറയുന്നില്ല. കാരണം എന്താ? റെസ്റ്റിംഗ് ട്രെമർ ഈസ് ഡ്യൂ ടു അസറ്റൈൽകോളിൻ ആണ്. അസറ്റൈൽകോളിൻ ഇവിടെ ഇപ്പൊ കൂടുതലാണ്. ഇതിപ്പോ മാറാനായിട്ട് ഇപ്പൊ റെസ്റ്റിംഗ് ട്രെമർ കുറയണമെങ്കിൽ നമുക്ക് ആന്റി കോളിനർജിക് ഡ്രഗുകൾ തന്നെ കൊടുക്കണം. ആന്റി കോളിനർജിക് ഡ്രഗുകൾ ഏതൊക്കെയാണ്? ട്രൈഹെക്സിഫെനിഡൈൽ, ഓർ അതിന് വേറൊരു പേര് ബെൻസഹെക്സോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടായിരുന്നു. ബെൻസ് അട്രോപ്പിൻ എന്ന് പറയുന്ന മരുന്നുണ്ടായിരുന്നു. ബൈപെരിഡൻ എന്ന് പറയുന്ന മരുന്ന്. ബെൻസ്ട്രോപ്പിൻ ആണ്, ബെൻസ് അട്രോപ്പിൻ അല്ല, ബെൻസ്ട്രോപ്പ്. സോ ഈ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് മാറില്ല, ഇത് രണ്ടും മാറും. ഇനി അടുത്തൊരു പ്രശ്നം പോസ്റ്റുറൽ ഇൻസ്റ്റെബിലിറ്റി ആയിരുന്നു. അത് പക്ഷെ കുറവുണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. കുറഞ്ഞാൽ തന്നെ വളരെ സ്ലോവിൽ, ഇംപ്രൂവ്മെന്റ് ഈസ് വെരി സ്ലോ. അപ്പൊ ഇതിന്റെയും ഇംപ്രൂവ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഇത് ഒട്ടും തന്നെ നടക്കില്ല. ഇതും സാധാരണ വളരെ കുറവായിട്ടായിരിക്കും നടക്കുക. ഓക്കെ. സോ അപ്പൊ നമ്മൾ ലീവോഡോപ്പ കൊടുത്തു. ലീവോഡോപ്പ ബ്രെയിനിൽ വെച്ചിട്ട് ഡോപ്പാ ഡീകാർബോക്സിലേസ് വഴി ഡോപ്പമിൻ ആകുന്നു പറഞ്ഞു. പക്ഷെ നമ്മൾ കൊടുത്ത എത്ര ശതമാനം ലീവോഡോപ്പ ബ്രെയിനിൽ വെച്ചിട്ട് ഡോപ്പ വഴി ഡോപ്പമിൻ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഉള്ളൂ. ഏകദേശം 1% ഒക്കെ അങ്ങനെ കടക്കുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ബാക്കി എന്ത് പറ്റി? ബാക്കി 99% അല്ലെങ്കിൽ 90% എന്ത്
എന്ത് ചെയ്യും, ബ്രെയിനിന് താഴെ ഇവിടെ അവിടെയുണ്ട് ആര്, ഡോപ്പാ ഡി കാർബോക്സിലേസ്. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞില്ല. ഡോപ്പാ ഡി കാർബോക്സിലേസ് എന്ന് പറയുന്ന ആള് ഇവിടെയും പെരിഫറയിലും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ പെരിഫറൽ ഡോപ്പാ ഡി കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈംസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണോ? നമുക്ക് ഇഷ്ടമല്ല. ഇവിടെയും പെരിഫറൽ ഡി കാർബോക്സിലേസ് കൺവേർട്ടഡ് ലീവോഡോപ്പ ടു ഡോപ്പമിൻ ആക്കി മാറ്റുന്നു. ഈ കൺവേർഷൻ നമുക്ക് ആവശ്യമില്ല. സോ ദ പെരിഫറൽ ഡീകാർബോക്സിലേഷൻ കൺവേർഷൻ ഓഫ് ലീവോഡോപ്പ ടു ഡോപ്പമിൻ ഈസ് അൺനെസസറി ഫോർ us. ആൻഡ് ഇതാണ് ഇവിടെ പെരിഫറൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, പെരിഫറൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നത്. സോ വി ഇൻഹിബിറ്റ് ദിസ് എൻസൈം. പെരിഫറൽ ഡീകാർബോക്സിലേസിനെ നമ്മൾ തടയുക കൂടി ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ തടയാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് 2 മരുന്നുകളാണ്. ഒന്ന് കാർബിഡോപ്പ കൊടുക്കാം, 2 ബെൻസെറാസൈഡ്. സോ 2 മരുന്നുകൾ, കാർബിഡോപ്പ ആൻഡ് ബെൻസെറാസൈഡ് എന്ന് പറയുന്ന 2 മരുന്നുകൾ നമ്മൾ പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ ആയിട്ട് കൊടുക്കും. സോ ഈ മരുന്നുകൾക്ക് വേറൊരു ഗുണം കൂടിയുണ്ട്. ഈ മരുന്നുകൾക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രെയിനിൽ പോയി ഈ ഡോപ്പ ഡീകാർബോക്സിലേസിനെ തടയാനായിട്ടും പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ലീവോഡോപ്പ ഒറ്റയ്ക്കല്ല കൊടുക്കുക. മിക്കവാറും ലീവോഡോപ്പ കൊടുക്കുന്നത് വിത്ത് കാർബിഡോപ്പ ഓർ വിത്ത് ബെൻസെറാസൈഡ്, ഇത് 2 കൂടി ചേർത്തിട്ടാണ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സിൻഡോപ്പ എന്ന് പറയാം. സിൻ മീൻസ് സിനർജി, 2 കൂടി ചേരുന്നതിനാണ് സിൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുക. സിൻഡോപ്പ എന്ന് പറയുന്നത്. സിൻഡോപ്പ പ്ലസ് ഉണ്ട്. സിൻഡോപ്പ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ എമൗണ്ട് കൂടുതലാണ്. കൂടുതൽ എമൗണ്ട് ഉള്ളത് കൊണ്ടാണ് അതിനെ പ്ലസ് എന്ന് നമ്മൾ ഉപയോഗിക്കുക. സിൻഡോപ്പ മീൻസ് ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പയാണ് സിൻഡോപ്പ. അപ്പൊ നമുക്ക് മരുന്നുകളെ കുറിച്ചിട്ട്, സിൻഡോപ്പ, ലീവോഡോപ്പ, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളുടെ കോമ്പിനേഷൻസ്, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഈ ലീവോഡോപ്പ കാർബിഡോപ്പ ഇതിനകത്ത് കോമ്പിനേഷനിൽ സാധാരണ നമ്മൾ 10:1 കോമ്പിനേഷനോ അല്ലെങ്കിൽ 4:1 കോമ്പിനേഷനോ ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. ലീവോഡോപ്പയും ബെൻസെറാസൈഡും ഏകദേശം ഇതുപോലെ തന്നെ. സോ ഉപയോഗിക്കുന്നതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുക ടാബ്ലറ്റ്, ഗുളികയാണ്. ടാബ്ലറ്റ്സ് ആയിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ഉപയോഗിക്കുക. ഈ ഗുളിക ഇമ്മീഡിയറ്റ് റിലീസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് റിലീസ് എന്ന് വെച്ചാൽ കഴിച്ച ഉടനെ തന്നെ ആ മരുന്ന് പൊട്ടുന്നു, വയറ്റിൽ വെച്ച് പൊട്ടുന്നു, റിലീസ് ചെയ്യുന്നു. ദെൻ ഡിലേഡ് റിലീസ് ഉണ്ട്. ഡിലേഡ് അല്ലെങ്കിൽ അതിനെ സസ്റ്റൈൻഡെന്നോ കൺട്രോൾഡ് റിലീസ് എന്നോ പറയാം. കൺട്രോൾഡ് റിലീസ് പോലെയുള്ള ടാബ്ലറ്റും അവൈലബിൾ ആണ്. ഈ ഡിലേഡ് റിലീസ് പതിയെ ഫലം കിട്ടുള്ളൂ. പക്ഷേ ഇമ്മീഡിയറ്റ് റിലീസ് ഉടൻ തന്നെ റിലീസ് ഫലം വേഗം കിട്ടും. പക്ഷേ ഇമ്മീഡിയറ്റ് റിലീസ് നമുക്ക് ദിവസം 4 നേരം 3 നേരം 4 നേരം കഴിക്കുമ്പോൾ ഇത് 2 നേരം to 3 നേരം ഒക്കെ ആക്കി കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ഇത് ഫലം ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഫലം കിട്ടി തുടങ്ങും. പക്ഷേ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 hours ഒക്കെ ആയിരിക്കും ഇതിന്റെ ഫലം കിട്ടുക. പക്ഷെ ഇത് കൂടുതൽ നേരം ഫലം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ദീർഘനേരം ഫലം കിട്ടും. ഈ ദീർഘനേരം കഴിക്കുന്നവിടെ ആഗിരണം ഇതിന്റെ അബ്സോർഷൻ പലപ്പോഴും ഇറാറ്റിക് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ അസുഖം തന്നെ വയറ്റിലേക്ക് മൂവ്മെന്റ്, ഇൻറ്റസ്റ്റൈനൽ മൂവ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ കൂടി വരുമ്പോഴത്തേക്കും ഈ ഡിലേഡ് റിലീസ് എപ്പോഴും കൃത്യമായിട്ട് ഫലിക്കണം എന്നില്ല. ഇതെപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ ഫസ്റ്റ് തിങ് ടു ഡു ഈസ് ടു ടേക്ക് ദ ടാബ്ലറ്റ്. മറ്റ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ്, ആഹാരത്തിന് മുൻപ് ആണ് കഴിക്കുക. അല്ലാതെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 30 to 60 മിനിറ്റ് മുൻപ്, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, ഭക്ഷണത്തിന് മുൻപ് കഴിക്കുക. അല്ലെങ്കിൽ ഭക്ഷണശേഷം കഴിക്കുക. ഭക്ഷണശേഷം എന്ന് പറയുമ്പോൾ ഒരു 1 to 2 hour, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കൺട്രോൾ റിലീസ് ആണെങ്കിൽ നമുക്ക് രാത്രി, ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിക്കുക. അപ്പോഴും എംപ്റ്റി സ്റ്റൊമക്ക് ആണെങ്കിൽ ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ഈ ഭക്ഷണം ഇതിന്റെ അബ്സോർഷൻ കുറയ്ക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നത് തന്നെ അത് അമിനോ ആസിഡ് പോലെ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു, അമിനോ ആസിഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഭക്ഷണം വരുമ്പോൾ അമിനോ ആസിഡ്സ് അങ്ങനെയുള്ളതിനൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇതിന്റെ അബ്സോർഷൻ കുറഞ്ഞു പോകും. ദെൻ ഈ മരുന്ന് കഴിക്കുന്നെങ്കിൽ ഇരുമ്പ് ഗുളികൾ കൂടി കഴിക്കുന്ന ആൾക്കാർ, അയേൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ മരുന്ന് രാവിലെയും അയേൺ അപ്പോൾ ഉച്ചക്കത്തേക്ക് ആക്കി മാറ്റുക. ദെൻ പ്രോട്ടീൻ ഒരുപാട് ചേർന്ന ഭക്ഷണം, പ്രോട്ടീൻ കണ്ടെയ്ൻസ് അമിനോ ആസിഡ്സ് അല്ല, അപ്പോൾ ഹൈ പ്രോട്ടീൻ ഫുഡും നമ്മൾ കുറയ്ക്കുക. ഹൈ പ്രോട്ടീൻ റിച്ച് ഫുഡ് ആണെങ്കിൽ അത് മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതും അബ്സോർഷൻ കുറയ്ക്കും. ഇനി ലീവോഡോപ്പ അണ്ടർഗോസ് സിഗ്നിഫിക്കൻറ്റ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിന് നമ്മൾ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ബയോ അവൈലബിലിറ്റി കുറവായിരിക്കും. വയറ്റിലൂടെ ഇത് അബ്സോർബ് ചെയ്ത് ലിവറിലെത്തുമ്പോഴത്തേക്കും അതിനെ ഇടിച്ചു പൊടിച്ച് നശിപ്പിക്കുകയാണ്. ഓക്കെ, സോ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്. എങ്കിലും ഭക്ഷണത്തിന് മുമ്പ് വെറും വയറ്റിലേക്ക് കഴിച്ചാൽ ഒരുപാട് അബ്സോർബ് ചെയ്യും. ഫസ്റ്റ് പാസ് മെറ്റബോളിസം കഴിഞ്ഞാലും ശരീരത്തിൽ അത്യാവശ്യം വേണ്ട എമൗണ്ട് കിട്ടും. ലിവോഡോപ്പ എത്ര ഗ്രാം വരെ ദിവസം കഴിക്കുന്നു വെച്ചാൽ പരമാവധി 2 ഗ്രാം. കോമ്പിനേഷൻ കഴിക്കുമ്പോഴും 2 ഗ്രാം വരെ ലിവോഡോപ്പിൻ പല തവണകളായിട്ട് 4 തവണകളായിട്ടൊക്കെ ആയിരിക്കും സാധാരണ കഴിക്കുക. ആദ്യകാലത്ത് ലിവോഡോപ്പ കഴിച്ചു
കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്കും കുറഞ്ഞ ഡോസ് കുറവായിരിക്കും. പക്ഷെ സബ്സിക്വന്റ് ഒരു 5 വർഷം അങ്ങനെയൊക്കെ ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും ഡോസ് ഇങ്ങനെ കൂടി 2 ഗ്രാം വരെയൊക്കെ നമുക്ക് കഴിക്കേണ്ടി വരും. ഈ ലിവഡോപ്പ കാർബിഡോപ്പ കോമ്പിനേഷൻസ് ഇപ്പോൾ പല രീതിയിലും അവൈലബിൾ ആണ് കേട്ടോ. പണ്ടാണ് ഗുളിക ടാബ്ലറ്റ്സ് ഒക്കെ. ഇപ്പോൾ 2018 2018 അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻഹെയിൽഡ് ആയിട്ട് വലിച്ചെടുക്കാവുന്ന രീതിയിൽ, അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം കുറയ്ക്കാം, അങ്ങനെ അവൈലബിൾ ആണ്. അതാണ് ഒരു രീതി, ശ്വസിച്ചെടുക്കാവുന്ന രീതിയിൽ അവൈലബിൾ ആണ്. പിന്നെ വന്നത് ലീവഡോപ്പ ഡുവോഡോപ്പ എന്ന് പറഞ്ഞിട്ടാണ്. ഡുവോഡോപ്പയും ലീവഡോപ്പയും കാർബിഡോപ്പയും ഒരു ലിക്വിഡ് ആയിട്ട് ജെൽ പരുവത്തിൽ, അതിനെ നമ്മൾ വിളിക്കുക എന്ററൽ സസ്പെൻഷൻസ് എന്നാണ്. എന്ററൽ സസ്പെൻഷൻ പരുവത്തിൽ ഇത് കൊടുക്കുന്നത്. എന്ററൽ സസ്പെൻഷൻ കൊടുക്കാന്ന് വെച്ചാൽ അത് വയറ്റിനകത്തേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട് ചെറിയൊരു സർജറി ചെയ്തിട്ട് വയറ്റിന്റെ ഭാഗത്തേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ സ്ഥിരം ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാണ് എന്ററൽ സസ്പെൻഷൻ എന്ന് പറയുക. ഇതൊക്കെ അഡ്വാൻസ്ഡ് കേസിലാണ് കൊടുക്കുക. എന്ററൽ സസ്പെൻഷൻ ആയിട്ട് ഇഞ്ചക്ഷൻ പരുവത്തിൽ കൊടുക്കുന്ന അവൈലബിൾ ആണ്. ന്യൂറോഡോം ഇൻഫ്യൂഷനോ അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ പേര്. ഡുവോഡോപ്പ ആണ് അത്. ഇപ്പോ ലേറ്റസ്റ്റ് 2023-24 ആകുമ്പോഴത്തേക്കും പുതിയ രീതിയിൽ വന്നിട്ടുണ്ട്. അത് ലീവോഡോപ്പ, അതിൽ ഫോസ് ലീവോഡോപ്പയാണ്. ആൻഡ് മറ്റേത് കാർബിഡോപ്പയും ഫോസ് കാർബിഡോപ്പയാണ്. കാർബിഡോപ്പ ആസ് ഫോസ് കാർബിഡോപ്പ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് സബ്ക്യൂട്ടേനിയസ്, സ്കിന്നിന്റെ അടിയിലുള്ള ഫാറ്റ് ഭാഗത്തേക്ക് പതിയെ 24 അവർ പമ്പ് വെച്ചിട്ട് അങ്ങ് കൊടുക്കൊണ്ടിരിക്കുക. പമ്പ്. അപ്പോൾ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളതിനെ പ്രോഡുവോഡോപ്പ എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ലീവോഡോപ്പ കാർബിഡോപ്പ കോമ്പിനേഷനിൽ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുന്നത്. സോ ലിവഡോപ്പയുടെ പ്രധാനപ്പെട്ട ഫാർമക്കോളജിക്കൽ ആക്ഷൻ സെൻട്രൽ നർവസ് സിസ്റ്റത്തിൽ ആന്റി പാർക്കിൻസോണിസം എഫക്ട് തന്നെയാണ്. അതാണ് എഫക്ട്. ഇനി ബാക്കിയുള്ള CNS എഫക്ട് ഞാൻ അഡ്വേഴ്സ് എഫക്ട് ആക്കി പറയാം, കാരണം അത് ഉണ്ടാക്കുന്ന എഫക്ട് എല്ലാം അഡ്വേഴ്സ് എഫക്ട് ആണ്. ഇനി ലിവഡോപ്പ ബ്രെയിനിന് പുറത്തു വെച്ചിട്ട് ഡോപ്പമിൻ ആയി മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതുമൂലം ഉണ്ടാകുന്ന എഫക്ട് ആക്ഷൻ, അതിനെ നമുക്ക് ദോഷഫലങ്ങളായിട്ട് പറയാം. സോ സൈഡ് എഫക്ട്സ് ഓഫ് ലിവഡോപ്പയാണ് ഞാൻ ഇനി പറയുന്നത്. ഒന്ന്, ഡോപ്പമിൻ മെഡുല്ലയിലെ CTZs കീമോ റിസപ്റ്റർ ട്രിഗർ സോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. CTZ നമുക്കറിയാം ബ്രെയിനിലാണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അവിടെ BBB ഇല്ല. സോ അതുകൊണ്ട് നൗസിയ ആൻഡ് വോമിറ്റിംഗ് ഉണ്ടാക്കും. CTZ-നെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൗസിയ ആൻഡ് വോമിറ്റിംഗ്, ഛർദിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഇതാണ്. ഈ സൈഡ് എഫക്റ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ആദ്യകാലത്ത് കൂടുതലായിരിക്കും, പിന്നീട് പതിയെ അത് കുറഞ്ഞു വരും. എങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോപ്പമിൻ ബ്ലോക്കേഴ്സ് ലൈക്ക് ഡോംപെരിഡോൺ എന്ന് പറയുന്ന ഡ്രഗ് ആയിരിക്കും ബെസ്റ്റ് ഫോർ ദിസ്. ദെൻ ട്രൈമെത്തോബെൻസമൈഡ്, അങ്ങനെയൊക്കെയുള്ള ഡ്രഗുകളും നമുക്ക് യൂസ് ചെയ്യാം. സോ ദീസ് ആർ ഡോപ്പമിൻ ബ്ലോക്കേഴ്സ്. സോ ഫസ്റ്റ് അഡ്വേഴ്സ് എഫക്ട് ഈസ് നൗസിയ, വോമിറ്റിംഗ് തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം, ഡോപ്പമിൻ D1 റിസപ്റ്ററിൽ ആക്ട് ചെയ്യും. D1 റിസപ്റ്ററിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും, സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കിഡ്നിയിലൊക്കെ ഇത് കൂടുതലാണെന്ന് നമുക്കറിയാം. പോസ്റ്റൂറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാം. പോസ്റ്റൂറൽ ഹൈപ്പോടെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് BP താഴാം, അല്ലെങ്കിൽ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തലയുറ്റുന്ന പോലെ, ബിക്കോസ് ഓഫ് ദിസ് വാസോ ഡയലേഷൻ മൂലം ഉണ്ടാവുന്നതാണ്. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നത് മൂലമുള്ള പോസ്റ്റൂറൽ ഹൈപ്പോടെൻഷൻ ആണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം ഹൃദയത്തിലാണ്. ബിക്കോസ് ഓഫ് ഡോപ്പമിൻ ക്യാൻ ആക്ട് ഓൺ β1 റിസപ്റ്റർ ഓൺ ഹാർട്ട്. അപ്പോൾ ടാക്കിക്കാർഡിയ ഉണ്ടാക്കും. ടാക്കിക്കാർഡിയ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുക പാൽപിറ്റേഷൻസ്, ഹൃദയമിടിപ്പ് കൂടുന്നത്. അമിതമായിട്ട് ഹൃദയമിടിപ്പ് കൂടിയാൽ അത് അരിത്മിയ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാം ഒരു പരിധിവരെ ഈ കാർബിഡോപ്പ ലീവോഡോപ്പ കോമ്പിനേഷൻ ആകുമ്പോൾ പെരിഫറൽ ഡീകാർബോക്സിലേഷനെ തടയുമ്പോഴത്തേക്കും ഇതൊക്കെ കുറയും ഒരു പരിധി വരെ. ദാറ്റ്സ് വൈ കാർബിഡോപ്പ ലീവോഡോപ്പയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എങ്കിലും ചില കേസസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നാരോ ആംഗിൾ ഗ്ലൂക്കോമയിലെ α1 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇത് മിഡ്രിയാസിസ് ഉണ്ടാക്കാം. രണ്ടാമത്തത് പെപ്റ്റിക് അൾസർ ഉള്ള ആൾക്കാരിൽ വയറ്റിലേക്കുള്ള GI ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് അത് കൂടാനായിട്ട് കാരണമാകും. മൂന്നാമത്തത് മെലനോമ ഉള്ള ആൾക്കാരിലാണ്. മെലനോമ എന്ന് വെച്ചാൽ സ്കിൻ ക്യാൻസറിന്റെ ടൈപ്പാണ്. മെലനോമ ട്യൂമർ ഉള്ളവരിൽ ഈ ഡോപ്പമിൻ നമുക്കറിയാം മെലാനിനായിട്ട് മാറാനുള്ള ചാൻസ് ഉള്ളതാണ്. ഡോപ്പമിൻ ക്യാൻ കൺവേർട്ട് ഇൻടു മെലാനിൻ. സോ അപ്പോൾ മെലനോമ ഉള്ള ആൾക്കാർക്ക് അത് എക്സസർബേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. സോ ഈ 3 കേസിലും നമുക്ക് ദിസ് ഈസ് ഓൾമോസ്റ്റ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ലീവോഡോപ്പ നമ്മൾ ഒഴിവാക്കേണ്ട മരുന്ന്. ഇനി CNS-ലെ പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് പറയാനാണെങ്കിൽ കൺഫ്യൂഷൻ കൂടുതലായിട്ടുണ്ടാക്കാം, ഹാലൂസിനേഷൻസ് കൂടുതലായിട്ടുണ്ടാക്കാം, പണ്ടിങ് കൂടുതലായിട്ടുണ്ടാക്കാം, ഇൻക്രീസ്ഡ് സെക്ഷൽ ആക്ടിവിറ്റി ഓർ ബിഹേവിയർ കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കാം. ഇത് ബേസൽ ഗാംഗ്ലിയ
ബേസൽ ഗാംഗ്ലിയയിൽ നമുക്കറിയാം, ബേസൽ ഗാംഗ്ലിയയിൽ ആദ്യം ഡോപ്പമിൻ കുറഞ്ഞു, ഇപ്പൊ അത് വർദ്ധിച്ചു. സോ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഡിസ്കൈനേഷ്യാസ് എന്ന് പറയുന്നത്. ഡിസ്കൈനേഷ്യ. സോ ദിസ് ദ സീരിയസ് സൈഡ് എഫക്ട് ഡിസ്കൈനേഷ്യാസ്. ഇത് ലോങ് ടേം ആയിട്ട് നമ്മൾ ലിവഡോപ്പ കാർബിഡോപ്പ ഒക്കെ കൊടുക്കുമ്പോൾ ലോങ് ടേം ആയിട്ട് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ഡോപ്പമിൻ ലെവൽ ഇൻ സബ്സ്റ്റാൻഷ്യ നൈഗ്ര അങ്ങനെ ബേസൽ ഗാംഗ്ലിയയിൽ കൂടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഡോപ്പമിൻ ഇത് പീക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രഗ് കൊടുത്തു, അപ്പോൾ പീക്ക് ടൈമിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡൈഫേസിക് പീക്ക് സമയത്ത് ഉണ്ടാക്കാം, ഡോപ്പമിൻ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടാക്കാം. ദെൻ ഓഫ് പീരീഡ് ഡിസ്കൈനേഷ്യ എന്ന് പറയുന്ന പ്രശ്നമുണ്ട്, ഓഫ് പീരീഡ് ഡിസ്കൈനേഷ്യ. സോ ഓഫ് പീരീഡ് എന്താണെന്ന് ഞാൻ പുറകെ പറയാം. ദെൻ ഡിസ്കൈനേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡിസ്കൈനേഷ്യ എന്ന് വെച്ചാൽ ഇൻവോളണ്ടറി മസിൽ മൂവ്മെന്റ് ആണ്, കൺട്രാക്ഷൻ. പല മസിലുകളും അനാവശ്യമായിട്ട് വെറുതെ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും പാർക്കിൻസോണിസത്തിനേക്കാൾ ബുദ്ധിമുട്ട് ഡിസ്കൈനേഷ്യ മൂലം ഉണ്ടാകാം. അപ്പോൾ ഇത് ഈ ഡിസ്കൈനേഷ്യാസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് കുറയ്ക്കാനുള്ള മരുന്ന് അമാൻറ്റാഡിൻ ആണ്. അമാൻറ്റാഡിൻ എന്ന് പറയുന്ന മരുന്നാണ് ഏറ്റവും ബെസ്റ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്ന്. ദെൻ ലെവിടൈറാസിറ്റാം എന്ന് പറയുന്ന നമ്മുടെ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. ഇതാണ് CNS ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഈ മരുന്നിന്റെ ഉപയോഗം തന്നെ ബുദ്ധിമുട്ടാക്കുന്നത് ഡിസ്കൈനേഷ്യ ആണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് CNSലെ പ്രശ്നം മീസോകോർട്ടിക്കൽ പാത്വേയിലാണ്. മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഡോപ്പമിൻ കൂടുന്നു. മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഡോപ്പമിൻ കൂടുന്നു. ഡോപ്പമിൻ കൂടുതലാവുമ്പോൾ എന്ത് പറ്റും? സൈക്കോസിസ് ആണ് ഉണ്ടാവുക. സോ ഡോപ്പമിൻ ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ അനുമതിയുള്ള മരുന്ന് പുതിയ മരുന്നാണ് പിമാവാൻസെറിൻ എന്ന് പറയുന്ന മരുന്നാണ്. അപ്രൂവ്ഡ് ആയിട്ടുള്ള ആന്റിസൈക്കോട്ടിക് ഡ്രഗ് ഫോർ ഡോപ്പമിൻ ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ്. ദെൻ ക്ലോസപ്പിൻ ലൈക്ക് ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ഈസ് അനദർ ചോയ്സ് ആണ്. മൂന്നാമത്തെ പ്രശ്നം ട്യൂബറോ ഇൻഫൻഡിബുലാർ പാത്വേയിലാണ്. ഇത് മൂന്നും ഡിഫറെന്റ് പാത്വേസ് ആണ്, ഡോപ്പമിൻ പാത്വേസ് ഇൻ ദ ബ്രെയിൻ. ഇവിടെ കൂടുമ്പോഴത്തേക്കാണ് നേരത്തെ പറഞ്ഞ ഇൻക്രീസ് സെക്ഷൽ ബിഹേവിയർ ഒക്കെ വരിക. ദെൻ ഇൻക്രീസ്ഡ് ഇമ്പൾസ് ഡിസോർഡർ. ഇമ്പൾസ് ഡിസോർഡർ എന്ന് വെച്ചാൽ കമ്പൽസീവ് ഓർ ഇമ്പൾസീവ് ഗാംബ്ലിംഗ് ഒക്കെ അതിനൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സത്യത്തിൽ ഇതൊക്കെ കാർബിഡോപ്പ് ഉള്ളതുകൊണ്ട് കൂടുതലാവുകയാണ് ചെയ്യുക. ബിക്കോസ് ഇൻക്രീസ്ഡ് ഡോപ്പമിൻ ഇൻ ദ ബ്രെയിൻ ആണ് പ്രശ്നം. പണ്ട് ഞാൻ പറഞ്ഞു സ്റ്റീരിയോ ടൈപ്പിംഗ് ബിഹേവിയർ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഇനി നമുക്ക് ലോങ് ടേം ലീവോഡോപ്പ കാർബിഡോപ്പ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും രോഗം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് 1000 ഡോപ്പമിനർജിക് ന്യൂറോൺസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ അത്രയില്ല, ഇപ്പൊ അത് 100 5 വർഷമായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അസുഖം കൂടിയിട്ട് ഡോപ്പമിനർജിക് ന്യൂറോൺസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നും കരുതുക. അപ്പൊ നമ്മൾ ലീവോഡോപ്പ കൊടുത്തോണ്ടിരിക്കുകയാണ്. ലീവോഡോപ്പ കൊടുത്തത് ഡോപ്പമിൻ ആയിട്ട് മാറുന്നത്, ലീവോഡോപ്പ ഡോപ്പമിൻ ആയിട്ട് മാറുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുണ്ടാക്കാനുള്ള ന്യൂറോൺസിന്റെ എണ്ണം കുറഞ്ഞു. നമ്പർ ഓഫ് ന്യൂറോൺസ് ആർ ലെസ്. സോ ഡോപ്പമിൻ പ്രൊഡ്യൂസ്ഡ് ഈസ് ലെസ്. സോ ഇതിന്റെ പ്രശ്നം വിത്ത് ടൈം നമ്മൾ മരുന്ന് ഇങ്ങനെ കൊടുത്തു, കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ വിത്ത് ടൈം ദ എഫക്ട് ഓഫ് ലീവോഡോപ്പ ഈസ് ഡിക്രീസ്ഡ്. കുറഞ്ഞു വരും. സോ ഇതിനെ ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ വിയറിംഗ് ഓഫ് എന്ന് പറയാം. വിയറിംഗ് ഓഫ് എഫക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ഡോസ് എഫക്ട്. മരുന്ന് കൊടുത്തു, ഡോസ് കഴിച്ചെങ്കിലും എഫക്ട് കുറവായിട്ട് വരും. സോ രോഗിക്ക് മരുന്ന് കൊടുത്ത് കുറച്ചു നേരം ഗുണം ഉണ്ടാകും. ആദ്യത്തെ കുറച്ചു നേരം മരുന്ന് അങ്ങോട്ട് ചെല്ലുന്നു, കുറച്ചു നേരം ആ ഉള്ള ന്യൂറോൺസ് ഡോപ്പമിനാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗുണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒട്ടും ഫലമില്ലാത്ത അവസ്ഥ വരും. സോ ഇതിനെ നമ്മൾ ഓൺ ഓഫ് എഫക്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. മരുന്ന് കഴിക്കുമ്പോൾ ഗുണമുണ്ട്, അപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒട്ടും ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. സോ ഇത് പതിയെ അത് പിന്നെ ഡിലേഡ് ഓൺ ആക്കും. ഡിലേഡ് ഓൺ എന്ന് വെച്ചാൽ ഓൺ ആവാൻ തന്നെ കുറെ സമയം എടുക്കുന്നുണ്ട്. ദെൻ മരുന്ന് കൊടുത്തിട്ട് ഒട്ടും ഫലമില്ലെങ്കിൽ അതിനെ നമുക്ക് ഡോസ് ഫെയിലിയർ എന്നാണ് വിളിക്കുക. ദെൻ ചിലപ്പോൾ ഓൺ ആവുകയോ ഇല്ലയോ, ഓൺ എഫക്ട് ഉണ്ടാവുകയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അൺപ്രഡിക്റ്റബിൾ എഫക്ട് ഒക്കെ എത്തും. സോ ദീർഘനാൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം ഗുണം, കുറച്ചു നേരം ഗുണമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കൂടുതൽ നേരം ഗുണമില്ലാത്ത അവസ്ഥ, ഇതിനാണ് നമ്മൾ ഓൺ ഓഫ് എഫക്ട് എന്ന് പറയാം. സോ ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നത്തെ നമുക്ക് മോട്ടോർ ഫ്ലക്ച്വേഷൻസ് എന്നാണ് പറയാം. മോട്ടോർ ഫ്ലക്ച്വേഷൻ. സോ കണ്ടിന്യൂസ് ലീവോഡോപ്പ കാർബിഡോപ്പ മരുന്നുകൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ മോട്ടോർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ലോങ് ടേം കോസ് മോട്ടോർ ഫ്ലക്ച്വേഷൻസ്. അപ്പൊ ലീവോഡോപ്പൊപ്പം കാർബിഡോപ്പ കൊടുത്തു കഴിയുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നു, ഇതിനകത്തൊക്കെ എന്തൊക്കെ ഗുണം ഉണ്ടാകുന്ന വെച്ചാൽ, ഒന്ന് നമുക്ക് T½ ഓഫ് ദ ഡ്രഗ് വിൽ ഇൻക്രീസ്, അല്ലെ, T½ കൂടും, നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തത് മരുന്നിന്റെ ഡോസ് കുറയ്ക്കാം. ലീവോഡോപ്പ അധികം കൊടുക്കേണ്ട, കാരണം ലീവോഡോപ്പ പെരിഫറലി നശിച്ചു പോകുന്നില്ല, ബ്രെയിനിലേക്ക് കൂടുതലെത്തും. സോ ലീവോഡോപ്പയുടെ ഡോസ് നമുക്ക് ലീവോഡോപ്പ ഡോസ് ക്യാൻ ബി ഡിക്രീസ്ഡ്. മൂന്നാമത്തത് വേഗത്തിൽ തന്നെ ബ്രെയിനിലെത്തുന്നുണ്ട്, അല്ലെ, വേഗത്തിൽ തന്നെ ബ്രെയിനിലെത്തുമ്പോഴത്തേക്കും എഫക്ട് കുറച്ചും കൂടി വേഗത്തിൽ, എഫക്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ വേഗത്തിൽ കിട്ടും എന്ന് നമുക്ക് പറയാം. നാലാമത്തത് പെരിഫറൽ ഡീകാർബോക്സിലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെയൊക്കെയുള്ള സൈഡ് എഫക്ട് എല്ലാം കുറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാർഡിയോ കോംപ്ലിക്കേഷൻ കുറയുന്നുണ്ട്, നൗസിയ, വോമിറ്റിംഗ്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുറയുന്നുണ്ട്. അഞ്ചാമത്തത് പിരിഡോക്സിൻ റിവേഴ്സൽ എന്ന് പറയുന്ന പ്രശ്നമുണ്ട്, അത് കുറയും. ഈ പിരിഡോക്സിൻ റിവേഴ്സൽ
എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ലീവോഡോപ്പ പെരിഫറൽ ഡീകാർബോക്സിലേസ് വഴി ആണ് ഡോപ്പമിനായിട്ട് മാറുന്നത്. ഇതിന് വേണ്ട ഒരു എൻസൈമാണ് പിരിഡോക്സിൽ. വൈറ്റമിൻ B6 ആണ് പിരിഡോക്സാൽ എന്ന് പറയുന്നത്. സോ വൈറ്റമിൻ B6ന്റെ സഹായം കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ B6 ലീവോഡോപ്പ കഴിക്കുമ്പോൾ കഴിക്കുന്നത്. പക്ഷേ കാർബിഡോപ്പം കൂടി ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിന്റെ എഫക്റ്റ് അത്ര ഇതില്ല, കാരണം ഇതിനെ ഓൾറെഡി ഇൻഹിബിറ്റ് ചെയ്യണം. അപ്പോൾ വൈറ്റമിൻ B6ന്റെ ആവശ്യമില്ല. അപ്പോൾ പിരിഡോക്സിൻ റിവേഴ്സൽ എന്ന് പറയുന്ന പ്രശ്നം കുറവായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി വൈറ്റമിൻ B6 കഴിക്കുകയും കഴിക്കാത്തത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുകയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ആറാമത്തെ പ്രശ്നം ഓൺ ഓഫ് എഫക്റ്റ് കുറച്ചും കൂടി ഒരു ഡിക്രീസ്ഡ് ആയിട്ടായിരിക്കും കാണപ്പെടുക. ദെൻ ഏഴാമത്തെ മോർ ഇംപ്രൂവ്മെന്റ്. ലീവോഡോപ്പ ഒറ്റയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇംപ്രൂവ്ഡ് ആയിരിക്കും. ഏതിലൊക്കെ ഗുണമുണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡിസ്കൈനേഷ്യയിലൊന്നും ഗുണമില്ല, കാരണം ഡിസ്കൈനേഷ്യ കൂടാനാണ് ചാൻസ്. കാരണം ഇൻക്രീസ്ഡ് ഡോപ്പമിൻ, ബ്രെയിനകത്ത് ഡോപ്പമിൻ കൂടുതലാണ്. അപ്പോൾ ഡിസ്കൈനേഷ്യ ഓർ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എല്ലാം കൂടുതലായിരിക്കാം. ദെൻ CNS സൈഡ് എഫക്ട്സ് കൂടാനാണ് ചാൻസ് അല്ലെ. ഇൻക്രീസ്ഡ് CNS സൈഡ് എഫക്ട്സ്, ബ്രെയിനിലുള്ള സൈഡ് എഫക്ട്സ് കൂടും. സോ ബിഹേവിയറൽ സൈഡ് എഫക്ട്സ് ഞാൻ പറഞ്ഞു, ഇൻക്രീസ്ഡ് സെക്ഷുവാലിറ്റി, ദെൻ ഇമ്പൾസീവ് ഗാംബ്ലിംഗ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടാം. ദെൻ ഡേ ടൈം സ്ലീപ്പ് കൂടാം. ഡേ ടൈം സ്ലീപ്പ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. ദെൻ ഹോർമോണൽ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഗ്രോത്ത് ഹോർമോൺ കൂടുതലും മറ്റേ പ്രോലാക്റ്റിൻ കുറവും അതെല്ലാം കൂടുതലാക്കാം. ദെൻ പോസ്റ്റൽ ഹൈപ്പർടെൻഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. പോസ്റ്റൽ ഹൈപ്പർടെൻഷൻ കുറയല്ല, വർദ്ധിക്കാൻ കാരണം ബിക്കോസ് ഓഫ് സം സെൻട്രൽ എഫക്ട്സ് എന്നാണ് പറയുക. സെൻട്രൽ എഫക്ട്സ് മൂലം അത് വർദ്ധിപ്പിക്കും. അപ്പൊ ഇങ്ങനെ ഓൺ ഓഫ് എഫക്ട് വന്നു കഴിഞ്ഞാൽ അത് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കപ്പോൾ എന്താ ചെയ്യുക? ഓൺ ഓഫ് എഫക്ട് വരാൻ കാരണം ഡോപ്പമിൻ ഉണ്ടാവുന്നത് കുറയുന്നു. അപ്പൊ നമ്മൾ ഈ ഉണ്ടാകുന്ന ഡോപ്പമിൻ എങ്ങനെയാണ് നശിച്ചു പോകുന്നത്, അത് മെറ്റബോളൈസ് ചെയ്യുന്ന ആ പ്രോസസ് ഒന്ന് തടയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒന്ന് MAO എന്ന് പറയുന്ന എൻസൈംസ് വഴിയാണ് ഡോപ്പമിൻ നശിച്ചു പോവുക. സോ MAO-B ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് 2 തരം ഡ്രഗുകളുണ്ട്. സെലജില്ലിനുണ്ട്, റസാജില്ലിനുണ്ട്. ദെൻ സഫീനാമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, അത് റിവേഴ്സിബിൾ ആണ്. സോ ഇത് വെച്ചിട്ട് ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിന്റെ എമൗണ്ട് ഇവിടെ കൂടുതലായിരിക്കും, ഇൻക്രീസ് ഡോപ്പമിൻ. അങ്ങനെ നമുക്ക് തടയാം. ദെൻ ഡോപ്പമിൻ വേറെ നശിക്കുന്ന ഒരു വഴി എന്ന് വെച്ചാൽ കോംറ്റ് ആണ്. കോംറ്റ് വഴി അപ്പോഴത്തേക്കും അതിനെ തടയാണ്. ഇപ്പൊ എൻഡക്കാപ്പോൺ, ടോൾകാപ്പോൺ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ആക്ഷൻ കൂട്ടാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഡോപ്പമിൻ ഏത് റിസപ്റ്ററിലാണോ ബൈൻഡ് ചെയ്യുക അവിടെ കൊടുക്കുക. ഉദാഹരണത്തിന് ബ്രോമോക്രിപ്റ്റിൻ അങ്ങനെയൊക്കെയുള്ള D1 അഗോണിസ്റ്റും നമുക്ക് കൊടുക്കാം. ഇനി ഡ്രഗ് ഇന്ററാക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഡോപ്പമിന്റെ എമൗണ്ട് കൂട്ടുന്ന മരുന്നുകൾ, ഇപ്പൊ MAO ഇൻഹിബിറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ഉണ്ടാക്കാം എന്ന് ശ്രദ്ധിക്കുക. അതാണ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു മരുന്ന്. ദെൻ മെറ്റോക്ലോപ്രമൈഡ് പോലെയുള്ള മരുന്നുകൾ, ആന്റി സൈക്കോട്ടിക് പോലെയുള്ള മരുന്നുകൾ, ഫെനിറ്റോയിൻ പോലെയുള്ള മരുന്നുകൾ, പിരിഡോക്സിൻ, വൈറ്റമിൻ B6 ഓൾറെഡി പറഞ്ഞു, ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസന്റ്, ദെൻ അയേൺ, പ്രോട്ടീൻ. സോ ഇതെല്ലാം ഈ ഡ്രഗിന്റെ, നമ്മുടെ ലീവോഡോപ്പ കാർബിഡോപ്പയുടെ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന എഫക്ട് ക്യാൻ ബി ഡിക്രീസ്. സോ ഇതെല്ലാം കുറയ്ക്കുന്ന മരുന്നുകളാണെങ്കിൽ എഫക്ട്. ഇത് MAO ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർടെൻസി ക്രൈസിസ്. സോ MAO ഇൻഹിബിറ്റേഴ്സായിട്ട് ഒരു ഗ്യാപ്പ് ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഒരു ചെടിയുണ്ട്, അതിന്റെ പേര് മുക്കുന പ്രൂറിയൻസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഒരു ലെഗ്യൂമാണ്. ലെഗ്യൂം എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, പയറുവർഗം എന്നൊക്കെ പറയാം. സോ ഇതിൽ ഈ ചെടിക്കകത്ത് ലീവോഡോപ്പ അതിനകത്തും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് കാർബിഡോപ്പ ഇല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ പാർക്കിൻസൺസ് ഡിസീസിന് പ്രകൃതി മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന ആൾക്കാർ പലപ്പോഴും ഈ മുക്കുന പ്രൂറിയൻസ് കഴിക്കുന്നതായിട്ട് ഇന്ത്യയിലുണ്ടോയെന്ന് എനിക്കറിയില്ല, വിദേശത്തൊക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ലീവോഡോപ്പ അതിനകത്ത് കുറച്ചേ ഉള്ളൂ. ആദ്യകാലത്തൊക്കെ കുറച്ച് എഫക്റ്റ് കിട്ടുമായിരിക്കാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് എത്ര എഫക്റ്റ് ഉണ്ട് അതൊന്നും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടൊന്നുമില്ല. എത്ര ലീവോഡോപ്പയുടെ എഫക്റ്റ് കിട്ടുമെന്നും നമുക്കൊന്നും അറിയില്ല. സോ ഇത് കഴിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിന്നുള്ള ചെടിയാണ്, പക്ഷെ അതിനകത്ത് സംഭവം ഇത് തന്നെയാണ്, ലീവോഡോപ്പയാണുള്ളത്. പക്ഷെ കാർബിഡോപ്പ ചേർക്കുന്നതിന്റെ ഗുണങ്ങളും അതൊന്നും ഇതിന് കിട്ടില്ല. സോ കുറച്ചൊരു ആക്ഷനൊക്കെ ആദ്യകാലത്ത് കിട്ടുമായിരിക്കാം, പക്ഷെ പിന്നീട് അത് കഴിച്ചുകൊണ്ട് വലിയ ഗുണം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നും കൂടി പറഞ്ഞേക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലീവോഡോപ്പ കാർബിഡോപ്പ ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.